രാവിലെ തന്നെ അമ്മയും മക്കളും കുളിച്ചൊരുങ്ങി എങ്ങോട്ടാന്നായിരിക്കും അല്ലേ? നമ്മുടെ പുത്തമ്പള്ളി വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒരു ഡോക്ടറെ കാണാനായിരുന്നു കേട്ടോ. ബസ്സൊക്കെ വന്ന് ഞങ്ങളതിൽ കയറി പെട്ടെന്ന് തന്നെ എത്തി. കാരണം നമ്മൾ കുറച്ചടുത്താണ് പുത്തമ്പള്ളി, കൊണ്ട് തന്നെ അവിടെ എത്തി. നമ്മൾ ആ ഡോക്ടറെ കാണാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ പുത്തമ്പള്ളി ഹോസ്പിറ്റലിൻ്റെ ബാക്കിലായിട്ടാണ് ഈ ക്ലിനിക്ക് വരുന്നത്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ പോയത് കുറച്ച് നേരത്തായോ എന്നൊരു സംശയം. കാരണം 11 മണിക്ക് അത്ര ഡോക്ടർ വരിക. ഡോക്ടർ വന്നിട്ട് വരുന്നവരെ ഞങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് കരുതി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡാണല്ലോ മെയിൻ. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറി. കനിക്കൊരു ദോശയും പാലൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. ആൾ കഴിക്കാത്തതുകൊണ്ട് അവൾക്ക് അതൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ പിന്നെ ക്ലിനിക്കിൽ കയറി. ഫസ്റ്റ് ഞങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തൊരു ചേച്ചിയും. വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടിക്കാണെങ്കിൽ ഭയങ്കര ബോറടി. ആരും ഇല്ലാത്തതുകൊണ്ട് കുറേ ചെയറുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്നാണ് കണിയുടെ കണ്ണിൽ ആ ഒരു പ്ലാന്റ് കണ്ടത്. അപ്പോൾ ഞാനത് പറഞ്ഞത് കാറ്റസ് പ്ലാന്റ് ആണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് നേരം നോക്കി നമ്മൾ അതെന്താണെന്നൊക്കെ എന്നോട് ചോദിച്ച് തൊടട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് മുള്ളുള്ളോട് ഞാൻ പറയും തൊടാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഭാഗത്ത് ഇരുത്തി വെക്കും. അത് കഴിഞ്ഞ് അവളുടെ ഷൂ ഒക്കെ എടുത്ത് പുറത്തിടാൻ തുടങ്ങി. ഞങ്ങളവിടെ ചെരുപ്പ് പുറത്ത് വെച്ചുകൊണ്ട് തന്നെ അവൾക്കും അത് പുറത്തിടണം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ അവളവിടെ കൊണ്ടിട്ട് പിന്നെ ഇങ്ങനെ അവിടെ നടന്ന് കളിക്കുകയാണ്. നേരെ കളിയൊക്കെ കഴിഞ്ഞ് ഡോക്ടറൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് പിന്നെ വണ്ടിയിൽ കയറി. ഉണ്ണിക്കൊരു കിൻഡർ ജോയും ഒരു ലിച്ചൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്. അമ്മ ഓഫീസിലേക്കും പോയി, ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. നിറയെ പുല്ലാണ്. ഇപ്പോൾ ഈ മഴ പെയ്തുകൊണ്ട് നിറയെ പുല്ലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്ന് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ അവർക്ക് വേഗം കിൻഡർ ജോയ് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഓപ്പൺ ചെയ്തെടുത്ത് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഉണ്ണിക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, എനിക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ചോക്ലേറ്റ്സൊക്കെ നന്നായി മെൽറ്റ് അയക്കുന്ന കാരണം നന്നായി അലിഞ്ഞ് കുറേ നേരമായി വാങ്ങിച്ചുകൊണ്ട് അതൊക്കെ കഴിച്ച്. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ടോയ് ഉണ്ടായിരുന്നു. അത് ഒരു കീ ചെയിൻ പോലത്തെ സാധനമായിരുന്നു. അതങ്ങനെ നമ്മുടെ ബാഗിലൊക്കെ തൂക്കിയിരുന്നതാണ്. നമ്മളൊരു ഡെമോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.